ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. കശ്മീരിലെ വിശേഷങ്ങളുമായി മറ്റൊരു വ്ളോഗ്. ഇന്ന് ഏപ്രിൽ 10th ആണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ഇന്ന് ഈദാണ്. സാധാരണ നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് മിക്ക ദിവസങ്ങളിലും. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈദായ കാരണം നമ്മുടെ ഡ്രൈവർ ബൈക്ക് ഫാമിലിയുടെ കൂടെ ഈദൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മളൊരു 11 മണിക്ക് ശേഷമാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സ്ട്രീറ്റ് മുഴുവൻ ഒരു ഫെസ്റ്റീവ് മൂഡാണ്. മിക്കവരും ഫാമിലിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വീറ്റ്സും ഗിഫ്റ്റ്സൊക്കെ വാങ്ങി റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വീട്ടിലോട്ട് പോകുന്നവരെ കാണാം. പിന്നെ റോഡിൽ വെച്ച് പരിചയമുള്ളവരെ കാണുമ്പോൾ അവർ ഹഗ് ചെയ്ത് ഈദ് വിഷ് ചെയ്യുന്നത് കാണാം. ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഈ കാണുന്നത് ജാമിയ മസ്ജിദാണ്. ശ്രീനഗറിലെ ഏറ്റവും പഴക്കമുള്ള മോസ്കുകളിൽ ഒന്നാണിത്. AD 1400 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതിനൊരു സ്ഥാനമുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് സോനാമാർഗിലോട്ടാണ്. ശ്രീനഗറിൽ നിന്നും 80 കിലോമീറ്റർ ദൂരമാണുള്ളത്. മേഡ് ഓഫ് ഗോൾഡ് എന്നുള്ള പേരിലും സോനാമാർഗ് അറിയപ്പെടുന്നു. സോന എന്ന വേർഡിന് ഹിന്ദിയിൽ ഗോൾഡ് എന്നാണ് അർത്ഥം. മൗണ്ടൈൻ്റെ പീക്സിലൊക്കെ സൂര്യൻ്റെ വെയിലടിക്കുമ്പോൾ അത് ഗോൾഡ് പോലെ തിളങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ മേഡ് ഓഫ് ഗോൾഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഏപ്രിൽ ടു നവംബർ മാസങ്ങളാണ് സോനാമാർഗ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം. വിൻ്റർ സീസണിൽ ഇവിടെ റോഡ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. തജ്വാസ് ഗ്ലേഷ്യേഴ്സ്, 0 പോയിൻറ്റ്, സോജില പാസ് ഇതൊക്കെയാണ് സോൻമാർഗിലെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. സോജില പാസ് ലഡാക്ക് റീജിയനിലെ ഒരു മൗണ്ടൻ പാസ്സാണ്. അത് സോൻമാർഗിൽ നിന്നും 25 കിലോമീറ്റർ ദൂരമുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു യൂണിയൻ ടാക്സി എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മളിന്ന് സോൻമാർഗിലെ എല്ലാ ടൂറിസ്റ്റുകളും യൂഷ്വലി പോകുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ സ്നോ ബൈക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. പക്ഷേ ഇന്ന് ഈദായ കാരണം ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. നമ്മൾ സോനാമാർഗ് എത്താറായി. പല സ്ഥലങ്ങളിലും റോഡിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിൻ്റർ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ റോഡൊക്കെ മോശമാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. ഒരു 3 to 4 കിലോമീറ്ററിൽ നമ്മളിപ്പോൾ സോനാമാർഗിലെത്തും. നമ്മളവിടെ എത്തിയ ഉടനെ സ്നോ ബൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ ആളുകൾ നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു റേറ്റിൽ ബാർഗെയിൻ ചെയ്ത് ഉറപ്പിച്ചു. 1600. അതിൽ സ്നോ ബൈക്കിങ്ങും പിന്നെ ഈ ബൂട്ടിനുള്ള റെൻറ്റും ഉൾപ്പെടും. ഇന്ന് ഈദായ കാരണം സ്നോ ബൈക്സ് കുറവാണ്, അതുപോലെ അത് ഓടിക്കാനുള്ള ആളുകളും കുറവാണ്. അപ്പോൾ അവർ റേറ്റ് ഭയങ്കര ഹൈ ആണ് പറഞ്ഞത്. നമ്മൾ ഗുൽമാർഗിൽ 1000 rupees സ്നോ ബൈക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഞ്ഞുരുകി ഇവിടെ മൊത്തം ചെളിയാണ്, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. സ്നോ ബൈക്കിൽ നമ്മൾ ടോപ്പിൽ കൊണ്ടുപോകും, അവിടെ ഇറക്കും. K2 പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവർ പറഞ്ഞത്. അവിടെ നിന്ന് നോക്കിയാൽ തജ്വാസ് ഗ്ലേഷ്യേഴ്സൊക്കെ കാണാൻ പറ്റും. നമുക്കിഷ്ടമുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തിരിച്ച് സ്നോ ബൈക്കിൽ തന്നെ വരാം. പേടിച്ചിട്ടാണ് ഈ മഞ്ഞിൽ കൂടി നടക്കുന്നത്. ഭയങ്കര സ്ലിപ്പറിയാണ്, വീണില്ലാന്നേ ഉള്ളൂ. നമ്മൾ നടന്ന് സ്നോ ബൈക്കിംഗ് ചെയ്യാനുള്ള ക്യൂവിൻ്റെ അടുത്തെത്തി. ഇതൊന്നൊന്നര ക്യൂ ആണ്. ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മുന്നിലായിട്ട് ഏകദേശം 30 പേര് ക്യൂലുണ്ട്. അതുകൂടാതെ ഇവരുടെ തന്നെ റിലേറ്റീവ്സ് അംഗമായിട്ട് ഇരിക്കുന്നതും കാണാം. അപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇന്ന് ഈദായതുകൊണ്ട് സ്നോ ബൈക്കിംഗ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്റ്റാഫ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഗുൽമാർഗിൽ പോയ ദിവസം അവിടെ കുറേ ബൈക്സും ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ പിന്നാലെ നടക്കുമായിരുന്നു ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളൊരു 3 പേര് മാത്രം അന്ന് ഗുൽമാർഗിൽ സ്നോ ബൈക്കിംഗ് ചെയ്തുള്ളൂ. മര്യാദയ്ക്ക് അവിടെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സോനാമാർഗിൽ സ്നോ ബൈക്കിംഗ് ആണ് കുറച്ചും കൂടി അഡ്വഞ്ചറസും ത്രില്ലിങ്ങും ഒക്കെ അറിഞ്ഞ കാരണമാണ് നമ്മൾ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ പണി പാളിയ ലക്ഷണമാണ്. നമ്മൾ 1 മണിക്കൂർ ക്യൂ നിന്നു, 1.5 മണിക്കൂർ നിന്നു, ഏകദേശം 2 മണിക്കൂർ ആവാറായി ക്യൂ എങ്ങും എത്താത്ത പോലെ.
ക്ലൈമറ്റ് നല്ല പോലെ ചേഞ്ച് ആയി തുടങ്ങി. നല്ല മഴക്കാറുണ്ട്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് സ്നോ ബൈക്കിങ് ചെയ്തിട്ട് തന്നെ പോരുന്നുള്ളൂ. ഇത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ഇതിൻ്റെ പോകുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കയറ്റം ഇറക്കമാണ്. അപ്പോൾ നല്ല മുറുക്ക പിടിച്ചിരിക്കണം. അപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു മേജർ മിസ്സിങ് ആയിപ്പോയേനെ. ഈ മഞ്ഞും മരങ്ങളും മൗണ്ടൻസും ഒക്കെ ആയിട്ടുള്ള ഒരു സീനറി ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സോൻമാർഗിൽ നിന്നും തിരിച്ചു പോവുകയാണ്. വരുന്ന വഴി ഈ കാണുന്ന മസ്റ്റേർഡ് ഫീൽഡ്സിൽ ഞങ്ങൾ ഇറങ്ങി. ഈ ഒരു സീസണിൽ വന്ന കാരണം ഇതുപോലെ സ്റ്റണ്ണിങ് ആൻഡ് ഗോർജിയസ് ആയിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റി. ഇവിടുത്തെ ഗവൺമെൻറ് എഗ്രോ ടൂറിസം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന ഹൈവേയുടെ 2 സൈഡിലായിട്ടും ഒരുപാട് കടുകുപാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോൻമാർഗിലെ വിശേഷങ്ങളും ഈ കടുക് പാടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.